അങ്ങനെ കേട്ടാ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ അടി നടക്കും. ഇവിടെ പാർട്ടി തിരിഞ്ഞുള്ള ആളുകൾ ഉള്ളത് ഈ കടയുടെ അകത്ത്. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആരെ പറ്റി ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ വോട്ട് ഇടാൻ പോണ നേരത്തിന് ആർക്കിടണോ അവർക്ക് ഇടും. അപ്പൊ നമുക്കിപ്പോ ഇവര് തന്നെ ജയിക്കണം അവര് തന്നെ ജയിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. നമസ്കാരം. തിളച്ചുമറിയുന്ന രാഷ്ട്രീയ ചൂടാണ് തലസ്ഥാനത്ത്. രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, പന്ന്യൻ രവീന്ദ്രൻ, ആര് എടുക്കും ഇക്കുറി തലസ്ഥാനം? ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ്. നമുക്ക് ചാല മാർക്കറ്റിലെ ഇവിടുത്തെ ആൾക്കാരോട് ഒന്ന് ചോദിച്ചറിയാം, ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചറിയാം, ഇവർ ആർക്കൊപ്പമാണ്, ആര് കൊണ്ടുപോകും ഇത്തവണ തിരുവനന്തപുരം? ചേച്ചി, ഇത്തവണത്തെ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നാ തോന്നണേ? ആര് ജയിച്ചാലും നമുക്ക് ഒന്നുമില്ലേ മക്കളെ. എന്നുവെച്ചാൽ നമ്മള് പാടുപെട്ട് തന്നെ ജീവിക്കണത്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് മക്കളെ? ആളുകളില്ല മോളെ. രാവിലെ 8 മണിക്ക് നമ്മൾ കൊണ്ടുവന്ന മീനാണ്. ഇന്നലെയും കുറച്ച് മീൻ വിൽക്കാതെ ഐസിട്ട് വെച്ചു. ഈ റോഡുകളൊക്കെ എല്ലായിടവും വെട്ടി തോണ്ടി ഇട്ടിരിക്കുന്നുണ്ട്. ആളുകൾ വരണില്ല. ഇതിലെ വരുമ്പോൾ ഈ വേസ്റ്റുകളൊക്കെ നാറ്റം അടിക്കുമ്പോൾ അത് വരണില്ല ആളുകൾ. എന്തറിയാ മക്കളെ, നമ്മൾ കഷ്ടപ്പെട്ട് ഇതിനെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കളവന്നെ നമ്മൾ ഇതിന് 100 രൂപ കിട്ടിയാൽ തന്നെ ഉണ്ട്. ഈ റോഡും തോണ്ടിയിട്ടിരിക്കുന്നത്, ഇവിടെയും തോണ്ടിയിട്ടിരിക്കുന്നത്, അവിടെയും തോണ്ടിയിട്ട് അവിടെയും തോണ്ടിയിട്ടിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് വരണില്ല. ആളുകൾ കയറി വരണില്ല. 5 പേര് വരുമ്പോ 10 പേര് വരുമില്ല. ലോക്സഭാ ഇലക്ഷൻ വരുമല്ലേ? അപ്പൊ നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ ഇത്തവണ ആര് ജയിക്കും തോന്നുന്നേ ചേച്ചിക്ക്? അത് ഒന്നും തീരുമാനം എടുക്കണില്ല. നമുക്ക് ഒരു ഇത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല. അത് നടക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. മരിച്ചവർക്കൊക്കെ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമുദായം വോട്ട് ചിലപ്പോൾ ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കും. വോട്ടെന്ന് പറയുന്നത് കേട്ടാ മോളെ, വോട്ടെന്ന് പറയുന്നത് 2 കൈ ഇട്ടാൽ 1 കൈയേ ജയിക്കുള്ളൂ. അത് തന്നെ ജയിക്കണം, ഇത് തന്നെ ജയിക്കണമെന്നില്ല. മനുഷ്യമുള്ളവർക്ക് വോട്ടിടും കേട്ടാ. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ചേച്ചി ആർക്കാ വോട്ട് ചെയ്യാന്നാ നമ്മൾ ചോദിച്ചത്. അങ്ങനെ കേട്ടാ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ അടി നടക്കും. ഇവിടെ പാർട്ടി തിരിഞ്ഞുള്ള ആളുകൾ ഉള്ളത് ഈ കടയുടെ അകത്ത്. പറയുകയാണെങ്കിൽ ഇവിടെ അടിയും ബഹളവും ആയിരിക്കും. അത് പറയാതെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടാ. ജയിക്കുന്നത് പ്രതീക്ഷയില്ല. ആർക്കായാലും ജയിക്കാം. അതിന്റെ ഇത് തന്നെ ഉണ്ട്. നമുക്ക് അറിയാൻ പാടില്ല ആര് ജയിക്കുമെന്ന്. ഭരണം അധികമായിട്ട് നാശനഷ്ടത്തിലാണ്. അതുകൊണ്ട് കച്ചവടം ബുദ്ധിമുട്ടിലാണ്. ബുദ്ധിമുട്ട് റോഡുകൾ അവിടങ്ങളിൽ വെട്ടിക്കൊത്തിയിട്ട് ആൾക്കാർ വരാനും പോകാനും വഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ദാരിദ്ര്യപ്പെട്ടാണ് ആൾക്കാർ കിടക്കുന്നത്. ഈ മീനുകളുണ്ടെന്നാൽ നമുക്ക് വിൽക്കാൻ വഴിയില്ല. അപ്പൊ വഴിയില്ലാതാവുമ്പോ നമ്മളങ്ങനെ ജീവിക്കുക. ഇതുകൊണ്ടാണ് 50 രൂപയോ 500 രൂപയോ 200 രൂപയൊക്കെ ഇട്ട് നമ്മൾ ജീവിക്കുന്നത്. പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റൂല. നമുക്കത് പറയാൻ പറ്റൂല. ആ വാക്ക് പറയാൻ പറ്റൂല. ആരായാലും ജയിക്കാം. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വാഹനം ഒരിക്കലല്ലേ ഈ കടയത്ത് മീൻകാർ ആരും വരുള്ളത്. ഈ മേടിക്കാൻ ആരും ഇല്ല. രണ്ടാമതായിട്ട് അത് പറയല്ല. ഒരു ഭയക്കൊണ്ട് ഒതുക്കിയ ഇന്ന് വരുത്തുന്നു. ഒരു വണ്ടി കൊണ്ടുവന്നാ വയ്ക്കാൻ വിടുന്നില്ല. പിന്നെ എങ്ങനെ ആൾക്കാർ ഇപ്പോ നമ്മളിപ്പോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാല മാർക്കറ്റിന്റെ ഉള്ളിലാണ് കയറിയത്. ഇവിടെ ശരിക്കും നമ്മൾ തിരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കാൻ കയറിയപ്പോ എന്റെ ചുറ്റും നിന്ന് 4 പാട് നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കച്ചവടം കുറവാണ്, അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളാണ്, അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആരെ പറ്റി ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പുറകെ നിന്ന് വില വരും. അത് നമുക്കുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു വോട്ടുണ്ട്. അത് ആർക്ക് തോന്നുമോ അവർക്ക് ഇട്ട് കൊടുക്കും.